ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ബ്യൂട്ടിക്കുള്ള ബെനിഫിറ്റ്സ് മാത്രമാണോ? നമ്മൾ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻറ്റി ഏജിങ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എബോവ് 25 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്കിൻ കെയർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് സൗന്ദര്യമാകുക, അല്ലെങ്കിൽ സുന്ദരിയാകുക, ചുളിവുകളൊക്കെ മാറ്റുക, നല്ല ഫെയർ ആകുക, ഇത് മാത്രമാണോ ഈ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കിൻ കെയറും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷനാണ്. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ മാറും, നമ്മുടെ ലൈഫിന് എന്താണ് മാറ്റം വരാൻ പോകുന്നത്, എന്താണ് സ്കിൻ കെയറും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻ, എന്താണ് അത് തമ്മിലുള്ള കണക്ഷൻ എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു മോയ്സ്ചറൈസർ എടുത്ത് കൈകൊണ്ട് തൊട്ട് ആ മോയ്സ്ചറൈസറിനെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക, അല്ലേ? വളരെ സാവധാനം ജെൻറ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഫിംഗർ ടിപ്സിൽ നിറയെ നെർവ്സിൻ്റെ നോഡ്സ് ഉണ്ട്, നെർവ്സിൻ്റെ കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസും ഫിംഗർ ടിപ്സും ബ്രെയിനും തമ്മിൽ കണക്ഷനുണ്ട്. സോ അവിടെ നമ്മൾ എന്താണ് നമുക്ക് സംഭവിക്കുക നമുക്ക് നോക്കാം. ഫിംഗർ ടിപ്സിൽ നിറയെ നെർവ്സിൻ്റെ എൻഡിങ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഫിംഗർ ടിപ്സ് വെച്ച് നമ്മളുടെ ഫേസിൽ മോയ്സ്ചറൈസറും കൂടെ എടുത്ത് അല്ലെങ്കിൽ പാക്കുകൾ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫിംഗർ ടിപ്സും ഫേസും കൂടെ ടച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിലോട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് നമ്മളുടെ ബ്രെയിനിനെ ഒന്നും കൂടെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുക. നമ്മൾക്ക് ഹാപ്പി ഹോർമോൺസ് നമ്മളിൽ ഉണ്ടാവുകയാണ് ചെയ്യുക. നമ്മുടെ എല്ലാ നെർവ്സ് സിസ്റ്റംസും ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് മുട്ടുവേദന, കാലുവേദന, കൈവേദന, എഴുന്നേക്കാൻ വയ്യ, ഇരുന്നാൽ എഴുന്നേക്കാൻ വയ്യ, അങ്ങനെ ലോ സിറ്റിംഗ് പറ്റില്ല, കുറച്ച് താഴെയുള്ള പ്രതലങ്ങളിൽ ഇരിക്കാൻ പറ്റത്തില്ല, അത് ഒരുപാട് പേരൊക്കെ ഉണ്ട്. ഇതൊക്കെയും ഒരു തെറാപ്പി പോലെയാണ് നമ്മൾ സ്കിൻ കെയർ നമ്മളുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഫിംഗർ ടിപ്സ് നമ്മളുടെ ബ്രെയിനിലോട്ട് കൊടുക്കുന്ന സിഗ്നൽസ് കാരണം നമ്മളുടെ ബോഡി കൂടുതൽ യുവത്വമുള്ളതാക്കിയിരിക്കാനും ആകാനും നമ്മൾക്ക് കുറച്ചും കൂടെ ആക്റ്റീവ് ആകാനും സഹായിക്കും. ഈ സെയിം സാധനം തന്നെയാണ് പഠിക്കുന്ന കുട്ടികളിൽ, അതായത് ആദ്യമായിട്ട് പ്ലേ സ്കൂളും LKG UKGയിലും പഠിക്കുന്ന കുട്ടികളിൽ നമ്മൾ ക്രയോൺ കൊടുക്കുന്നത് എന്തിനാണ്? അവർക്കിങ്ങനെ ചേർത്ത് ചെറിയ ക്രയോൺസ് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജംബോ ക്രയോൺസ് കൊടുക്കുന്നത്. കാരണം അവരുടെ ഫിംഗർ ടിപ്സിന് വേദന എടുക്കരുത്. കാരണം വേദന എടുത്തു കഴിഞ്ഞാൽ എന്നും അവരൊരു വേദന കൊണ്ട് പഠിക്കില്ല. അപ്പോൾ വലിയ ക്രയോൺസ് കൊടുക്കുമ്പോൾ അവരിങ്ങനെ പിടിക്കുമ്പോൾ അത് വെച്ച് അവരിങ്ങനെ എഴുതുക, വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെ കുറേ ബുക്കുകളുണ്ട്. ഇപ്പോൾ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്മൂത്തായിട്ടുള്ള പ്രതലത്തിൽ തൊടുന്ന ഫറുള്ള ആനിമൽസിനെ തൊട്ട് നോക്കുന്ന അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ അവർക്ക് കൊടുക്കുന്നത് അവരുടെ ഫിംഗർ ടിപ്സും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻസ് ആക്ടിവേറ്റ് ആയിട്ട് അവരുടെ ബ്രെയിനിനെ ഒന്നും കൂടെ ഷാർപ്പാക്കാനാണ്. സെയിം തിങ് ആണ് നമ്മൾ ആൻറ്റി ഏജിങ്ങിൽ വരുമ്പോൾ നമ്മൾക്ക് ഹോർമോൺസിൻ്റെ കുറവ് കാരണം, അല്ലെങ്കിൽ കൊളാജിൻ്റെ കുറവ് കാരണം, ഹോർമോൺസിൻ്റെ വ്യതിയാനം കാരണം നമ്മൾക്ക് നമ്മളുടെ പഴയ ഓർമ്മകളും പഴയ ഒരു പ്രസരിപ്പും നമ്മൾക്ക് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കൈ എത്തുന്നിടത്ത് മനസ്സെത്താത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് പരിഹരിക്കാനായിട്ടും കൂടെ സ്കിൻ കെയർ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് സ്കിൻ കെയർ ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. അതുപോലെ തന്നെ മോയ്സ്ചറൈസറോ അല്ലെ നമ്മളുടെ പായ്ക്കോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജെൻറ്റിലായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ ആ ജെൻറ്റിൽ ടച്ച് നമ്മൾ ജെൻറ്റിലായിട്ട് നെറ്റി മസാജ് ചെയ്യുന്നു, കണ്ണിൻ്റെ പുറത്ത് മസാജ് ചെയ്യുന്നു, കവളിൽ മസാജ് ചെയ്യുന്നു, ത്രോട്ടിൽ മസാജ് ചെയ്യുന്നു, നമ്മളുടെ ലിംഫാറ്റിക് കണക്ഷൻസ് എല്ലാം തന്നെ മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് കുറേശ്ശെ നമ്മൾ അറിയാതെ പോലും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന സ്ട്രെസ്സിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സ്ട്രെസ്സിൽ നിന്നും പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കോൺസെൻട്രേഷൻ ഒരു പോയിന്റിലോട്ട് മാത്രമാണ് ആകുക. ആവശ്യമില്ലാതെ ചിന്നിച്ചെതറി കിടക്കുന്ന കുറേ ചിന്തകളിൽ നിന്ന് മാറി നമ്മളുടെ കോൺസെൻട്രേഷൻ ഒരു സ്ഥലത്തോട്ട് മാത്രം വരുമ്പോൾ, കാരണം നിറയെ പേര് നമ്മളെ ബിട്രേ ചെയ്തിട്ടുണ്ടാവാം, നിറയെ പേര് നമ്മളെ ചതിച്ചിട്ടുണ്ടാവാം, നിറയെ പേര് നമ്മളെ ക്രൂവലാക്കിയിട്ടുണ്ടാകാം, നിറയെ പേര് നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, ഫാമിലിയിൽ പോലും, അല്ലേ? നമ്മൾ വിചാരിക്കും പുറത്തുള്ള ആൾക്കാരാണ് നമ്മുടെ ശത്രുക്കൾ എന്ന്. ഒരിക്കലുമില്ല. നിറയെ പേർക്കും നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കിയാറിയാം നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെയാണ് നമ്മൾക്ക് ആദ്യത്തെ ശത്രു, അല്ലേ? അവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. അതൊക്കെ നമ്മൾ ഓർത്ത് വിഷമിക്കാനിരിക്കാൻ പോയാൽ
അത് കൊണ്ടൊന്നും ഒരു യൂസും ഇല്ല. നമ്മളിലേക്ക് ശ്രദ്ധിച്ച് നമ്മൾക്ക് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റത്തില്ലാത്ത സമയത്ത് നമ്മൾക്ക് സിമ്പിൾ ആൻഡ് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ് സ്കിൻ കെയർ. നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ക്രീമിനെ എടുക്കുന്നു, നമ്മൾ ഫേസിൽ ടച്ച് ചെയ്ത് മസാജ് ചെയ്യുന്നു, നമ്മൾക്ക് റിലാക്സേഷൻ കിട്ടുന്നു അല്ലേ. നമ്മൾ എല്ലാ ചിന്തകളിൽ നിന്നും മാറി നമ്മളുടെ എല്ലാ നോട്ട്സിനെയും, നമ്മളുടെ എല്ലാ ടെൻഷൻ്റെ നോട്ട്സിനെയും റിലാക്സേഷൻ കൊടുക്കുന്നതാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ എപ്പോഴും സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് വെളുക്കുക അല്ലെങ്കിൽ ചുളിവ് മാറ്റുക അല്ലെങ്കിൽ ഇങ്ങനെ ആവുക, യങ് ആകുക, അത് മാത്രമല്ല. ഈ യങ് ആകുന്നതിൻ്റെയൊക്കെ പുറയിലുള്ള ഒരു സയൻസും ഒരു സൈക്കോളജി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ യങ് ആകും അല്ലേ. നമ്മളുടെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യുകയാണ് ഈ ഒരു മസാജും ഈ ഒരു സ്കിൻ കെയറും അല്ലെ ഈ ഒരു ജെൻറ്റിൽ മസാജും ഈ ഒരു ഫെദർ ടച്ചും ഒക്കെ നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ്, ചെയ്യാൻ പഠിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് സ്കിൻ കെയറിൽ നമ്മൾക്ക് ബെനിഫിറ്റ്സ് ഉള്ളത്? നമ്മളുടെ ബ്രെയിൻ ഫീൽ ഗുഡ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും നമ്മളുടെ ജെൻറ്റിലായിട്ടുള്ള ടച്ച് നമ്മളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മളുടെ ബ്രെയിനിനെ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടു നിർത്തുകയും ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആകുകയും നമ്മുടെ ഹോർമോൺസ് നന്നായിട്ട് ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് വാമായിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ ക്രീം അബ്സോർവ് ചെയ്ത് നമ്മൾക്കൊരു വാം ഫീലിംഗ് കൊടുക്കുകയും അതേസമയം ഫിംഗർ ടിപ്സ് കൊണ്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അത് വാമായിട്ട് അതിനകത്തുള്ള എല്ലാ മിനറൽസും വിറ്റമിൻസും നമ്മുടെ സ്കിന്നിലോട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ഗ്ലോ ഉണ്ടാകും. ആ ഗ്ലോ പൂർണ്ണമാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മളെക്കൊണ്ട് നമ്മൾ വിചാരിച്ച് ചിലരെ കൊണ്ട് സാധിക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ, ചിലരെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള മസാജുകളും മറ്റുള്ള എല്ലാ ടെൻഷൻ നോട്ടുകളിൽ നിന്നും മാറിയിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ ഒരാൾക്ക് കുറേ പൈസ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അല്ലെ കടമുണ്ടെന്ന് വിചാരിച്ചിരുന്നാൽ അതെന്തെങ്കിലും യൂസ് ആവുമോ? ഇല്ല. അതിന് പകരം എന്താണ് ചിന്തിക്കേണ്ടത്? പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കണം. നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കണം അല്ലേ. നമ്മൾ പൈസ എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഹൗ ടു ഡു എ ബിസിനസ് ഓർ ഹൗ ടു മേക്ക് മണി. എന്നീ വേയിൽ നമ്മൾക്ക് മണി ഉണ്ടാക്കാം അല്ലേ. നമ്മൾ ആളുകൾക്ക് ദ്രോഹമുണ്ടാക്കാത്ത, നാണക്കേടുണ്ടാകാത്ത ഏത് വഴിയിലും നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ആ പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും 99% പ്രോബ്ലമും ലൈഫിൽ സോൾവ് ആകും എന്നുള്ളത് വളരെ ഒരു സത്യമാണ് കേട്ടോ. കാരണം നമ്മളോട് പിണങ്ങിപ്പോയ എല്ലാ ബന്ധുക്കളും തിരിച്ചു വരും നമ്മൾക്ക് കാശുണ്ടെന്ന് അറിയുമ്പോൾ. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൈസ 99.5% പൈസയാണ്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഹെൽത്ത്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആകുമ്പോൾ, ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഹെൽത്തും നന്നാവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും വർക്ക് ഹാർഡ്, പറ്റുന്ന അത്ര വർക്ക് ചെയ്യുക. എസ്പെഷ്യലി സ്ത്രീകൾ എന്തെങ്കിലും ഒരു വഴിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ആ പൈസ കൊടുക്കുന്ന കോൺഫിഡൻസ് കൊണ്ട് നമ്മൾക്ക് സ്കിൻ കെയർ ചെയ്യാനും ഒക്കെ തോന്നും. നല്ല സ്കിന്നും ബ്യൂട്ടിയും കൊടുക്കുന്ന കോൺഫിഡൻസും വളരെ വലുതാണ്. ഓക്കെ, ഈ രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മളുടെ സൈക്കോളജി വർക്കാകുന്നത് വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത ഒരു തലത്തിലേക്കാണ്. നമ്മളുടെ മൈൻഡിൻ്റെ പവറിനെ, നമ്മളുടെ ഓറ അത്രയ്ക്കും നമ്മൾക്ക് പവർഫുൾ ആവും. നമ്മൾക്ക് മറ്റുള്ളവരുടെ തോട്ട്സിനെ പോലും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം മൈൻഡിലോട്ട് എടുത്തിട്ട് സ്കിൻ കെയർ ചെയ്യണം. ചുമ്മാ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കാട്ടിക്കൂട്ടി വെളുക്കാൻ മാത്രമോ അല്ലെങ്കിൽ ചുളിവ് പോകാൻ മാത്രമോ ഇരുന്ന് ചെയ്ത് ഐ ആം ഡൂയിങ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സമയം കണ്ടുപിടിച്ച് അത് സ്കിൻ കെയറിന് വേണ്ടി മാറ്റി വെച്ച് ചെയ്യുമ്പോൾ അത് സ്കിൻ കെയർ മാത്രമല്ല, ഒരു തെറാപ്പി ടു ദ മൈൻഡാണ്, തെറാപ്പിയാണ് ഒരു ബ്രെയിനിന്. ഇതൊരു യോഗയാണ്, ഇതൊരു മെഡിറ്റേഷനാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് തരുന്ന ഒരു പവർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പവറില്ലാത്ത ആളുകളാണ് ചിലപ്പോൾ ഒരു പണിയും കാണത്തില്ല, ഒരു പൈസ ഉണ്ടാക്കണമെന്ന് കാണത്തില്ല, വല്ലവരുടെയും കാശിൽ ഫുഡ് അടിച്ചിട്ട് കിടക്കുന്ന കുറേ പേരുണ്ടാവുമല്ലോ. അവരാണ് ഒരു പണിയില്ല ചിലപ്പോൾ വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? പലരുടെയും വീഡിയോയുടെ അടിയിലും കമൻറ്റ് ഇടും. അവർക്കൊരു വീഡിയോ ഉണ്ടാക്കി 8-10 പൈസ ഉണ്ടാക്കാനായിട്ട് അവർ ചിന്തിക്കുന്നതിന് പകരം ആ സമയത്ത് അവർ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ വന്നിടുകയാണ്. ഞാനിത് പറയാൻ കാര്യം, എൻ്റെ കഴിഞ്ഞ വീഡിയോയിലാണ് ഒരു കമൻറ്റ് കണ്ടു. നിങ്ങൾ എന്താണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നത്? ബിരിയാണി 2 ടൈം, അങ്ങനെ എന്തോ ഒരു കമൻറ്റ്.
സോ ഞാൻ ഉണ്ടാക്കുന്ന കാശിന് ഞാൻ ബിരിയാണി 4 ടൈമോ 5 ടൈമോ 10 ടൈമോ ബിരിയാണി കട കൂടെ വയ്ക്കും. അത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ വിയർപ്പ് കൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. എൻ്റെ ഹാപ്പിനെസ് കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത പ്രശാന്ത് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ. സോ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ വയലിലെ കളകൾ പോലെ പറിച്ചു കളയുക, അല്ലെങ്കിൽ പുഴുക്കളാണെന്ന് വിചാരിച്ചാൽ മതി. സോ അതുപോലൊന്നും ആകാതെ പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കുക, സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കുക. സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഇനിയും കുറേ ബെനിഫിറ്റ്സുകളുണ്ട്, നമുക്കത് എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ സ്കിന്നിൻ്റെ ഹെൽത്തും സ്കിന്നിൻ്റെ സൗന്ദര്യവും അല്ലെ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ ആക്കിയെടുക്കുക, അല്ല വെളുപ്പിക്കുക, അല്ലെ റിങ്കിൾസ് മാറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക അങ്ങനെ ആക്കുക, അതൊന്നുമല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന പോലെ നമ്മളെ ആക്കി മാറ്റുന്നത് ഒരു ലൂപ്പ് പോലെയാണ്. ഓക്കെ. മൈൻഡ്, ബ്രെയിന്, സൈക്കോളജി എല്ലാം, സ്കിന്ന്, നമ്മുടെ ബ്യൂട്ടി, നമ്മുടെ കോൺഫിഡൻസ്, നമ്മളുടെ വേ ഓഫ് ഡ്രസ്സിങ്, നമ്മളുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ കാണുക, പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സർക്കിൾ പോലെയാണ്, ഒരു ലൂപ്പ് പോലെയാണ് ഇതിങ്ങനെ ചുറ്റി ചുറ്റി വരിക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ആ റിലാക്സേഷൻ നോട്ട് നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോയിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പി. നിങ്ങൾ എത്ര പേര് കാണും ആവശ്യമില്ലാതെ നെഗറ്റീവ് ചിന്തിക്കുന്ന, ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് ഉറങ്ങാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. ഈ ഉറങ്ങാതെ സ്കിൻ കെയർ ചെയ്തിട്ടും ഒരു കാര്യമില്ലായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്താൽ തന്നെ ഉറങ്ങാൻ പറ്റുള്ളൂ. രാത്രിയിൽ സ്കിൻ കെയർ ചെയ്യുക, കാലിൽ കുറച്ച് എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക, നിങ്ങളുടെ പൊക്കിളിൽ ഒരു 2 ഡ്രോപ്സ് എണ്ണ ഒഴിക്കുക, ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നന്നായിട്ട് ഉറങ്ങിയാൽ തന്നെ പാതി പ്രശ്നങ്ങൾ തീരും. പിന്നെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ ബിരിയാണി എങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം കഴിക്കുക. പെട്ടെന്ന് ഏജ് ആകുന്നതിൻ്റെ ഒരു കാരണവും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തന്നെയാണ്, നമ്മളുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചിന്തിച്ച് കൂട്ടിയത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒന്നും മാറാൻ പോകുന്നില്ല. ആ ചിന്തകളെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് എന്താണ് നമ്മൾക്ക് വേണ്ടത്? പണമാണോ? പണം ഉണ്ടാക്കാൻ നോക്കുക. മനസ്സിന് സമാധാനമാണോ? അത് ഉണ്ടാക്കാൻ നോക്കുക. അല്ലാതെ ആരും നമ്മൾക്കത് ഉണ്ടാക്കി തരില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും കമൻ്റ് അടിക്കുന്നുണ്ടോ? കമൻ്റ് അടിക്കുന്ന ആളിൻ്റെ കൾച്ചറാണത്, നമ്മുടെ കൾച്ചറല്ല. ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് അടിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിൽ കണ്ട് വളർന്ന കാര്യങ്ങളാണ് അയാൾ വിളിച്ച് പറയുക, അല്ലേ? നമ്മൾ ശീലിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ട് നമ്മളെ ഒരുമാതിരി ബിട്രേ ചെയ്യുന്നുണ്ടോ, അവിടുന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു പ്ലേസിലോട്ട് പോകാതിരിക്കുക. നമുക്കവിടെ റെസ്പെക്റ്റ് ഇല്ലേ? നമ്മൾക്ക് ആ റെസ്പെക്റ്റ് ഇല്ലാത്ത നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് അവിടെ കുറവാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പോകണമെന്നില്ല, പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുക നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന്. സ്കിൻ കെയർ ചെയ്യുന്നത് വെറും ഒരു ഈസി ജോക്കല്ല, വെറും കുറച്ച് പാക്ക് എടുത്തിടുക, അല്ലെങ്കിൽ ക്രീം എടുത്തിടുക, കുറച്ച് ആൻറ്റി ഏജിങ് ഓയിൽ തേക്കുക, ഇത് മാത്രമല്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇറ്റ്സ് റിലേറ്റഡ് ടു സൈക്കോളജിയാണ്. മനസ്സിനെ റിലാക്സ് ആക്കാൻ പറ്റുന്നത്. നമ്മുടെ ബ്രെയിനിലോട്ട് പോസിറ്റീവ് സിഗ്നൽസ് കൊടുത്താൽ തന്നെ നമ്മൾക്ക് യുവത്വം കിട്ടും. നമ്മൾ എപ്പോഴും നെഗറ്റീവ്സ് കേട്ടുകൊണ്ടിരിക്കുക, നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യുക, അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഉണ്ടാക്കണം, പൈസയുടെ ബുദ്ധിമുട്ടാണ്, പൈസ ഉണ്ടാക്കൂ, ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് മറന്നേക്കൂ. അല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും നടന്നു, എന്തെങ്കിലും യൂസ് ഉണ്ടോ? നമ്മളതിനെക്കുറിച്ച് ആലോചിച്ചതിനെക്കുറിച്ച് ഒരു യൂസും ഇല്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷേ ഫ്യൂച്ചറിലും പ്രസൻറ്റിലും അതിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. മാക്സിമം അതിനെ പോസിറ്റീവ് ആക്കാൻ നമ്മളെക്കൊണ്ട് പറ്റും. ഒരാൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും തന്നെ ഇല്ല, ഉറപ്പായിട്ടുമില്ല. അതൊരു വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി മനസ്സിരുത്തി സ്കിൻ കെയർ ചെയ്യുക. പണ്ടൊക്കെ എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, തലയിൽ എണ്ണ തേക്കുമ്പോൾ ഒരിടത്ത് പോയി തറയിലിരുന്നിട്ട് എണ്ണ അവിടെ വെച്ചിട്ട് ചമ്പ്രം പടഞ്ഞിരുന്നിട്ട് വേണം തലയിൽ എണ്ണ തേക്കാനും കാലിലും കയ്യിലും ഒക്കെ എണ്ണ തേക്കാനും. അപ്പോൾ നമ്മൾക്ക് എത്ര നെർവ് സിസ്റ്റമാണ് ആ സമയത്ത് വർക്കാകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വജ്രാസനത്തിലിരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾക്ക് നെർവ് സിസ്റ്റംസ് വർക്കാകുന്നു, നമ്മുടെ പ്രാണായാമം വർക്കാകുന്നു എന്നുള്ളതൊക്കെ പഠിക്കുന്നവർക്കറിയാം. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോഴെങ്കിലും മൈൻഡ്ഫുള്ളായിട്ട് മനസ്സറിഞ്ഞ് ചെയ്യുക, മനസ്സോടെ ചെയ്യുക. ഓക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ലൈഫും കൂടിയാണ്. നമ്മളുടെ എല്ലാ വിഷൻസും അവിടെ സക്സസ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് സക്സസ്സിനെയും
നിങ്ങളുടെ ബ്യൂട്ടിയെയും നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ലൈഫിനെയും. ആരും ഇതൊന്നും കൊണ്ട് തരത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ വളരെ സുന്ദരിയാണ്, ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നത് വളരെ റോയലായിട്ടാണ്, ഇതെൻ്റെ ബ്യൂട്ടിയെ നിലനിർത്താൻ വേണ്ടിയാണ് ചിന്തിക്കുക. കിട്ടാൻ വേണ്ടി എന്ന് ചിന്തിക്കേണ്ട, കിട്ടിക്കഴിഞ്ഞു, ഇനി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ ഉറപ്പായിട്ടും സ്കിൻ കെയർ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആരെങ്കിലും സ്കിൻ കെയറിനെ കുറിച്ച് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കമൻറ്റ്, ഇവർക്ക് ഭ്രാന്താണെന്നൊക്കെ പറയുന്നവർക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ചിരിച്ചാൽ മതി. കാരണം ഒട്ടും അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവുന്നവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെയൊക്കെ അങ്ങ് വിട്ടേക്കുക. അതല്ലാതെ കുറച്ച് നന്നാവണം എന്ന് വിചാരിക്കുന്ന, സ്വന്തമായിട്ട് റെസ്പെക്റ്റുള്ള, സ്വന്തമായിട്ട് ബഹുമാനിക്കുന്ന, നല്ലതായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെ മാത്രം നമ്മൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചേർക്കാം. അപ്പോൾ സ്കിൻ കെയർ ചെയ്യുക. അത് സ്കിൻ കെയർ എന്ന് പറയുന്നത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഈ ഫിംഗർ ടിപ്പും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, നമുക്ക് പോസിറ്റീവ് വൈബ് നമ്മുടെ ബ്രെയിനിലോട്ട് സിഗ്നൽസ് വിടുന്നു. നമ്മളുടെ പോസിറ്റീവ് തോട്ട്സ്, നമ്മുടെ പോസിറ്റീവ് ഹോർമോൺസ് നമ്മൾക്ക് ഉണ്ടാക്കുന്നതും പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ ഫിംഗർ ടിപ്പും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ, സ്കിൻ ആൻഡ് ഫിംഗർ ടിപ്പ് എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. ഇതെല്ലാം കൂടെ ചേർന്ന് മൈൻഡിലോട്ട് കണക്റ്റഡ് ആണ്. സോ അത് മനസ്സിലാക്കി സന്തോഷപൂർവ്വം ഇതൊരു സയൻസ് ആണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക. വെറും എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അവർക്ക് അറിവില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.